കൂട്ടുകാരാ, എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കാട്ടാ. സമയം 9 മണിയാ കണ്ടാവാറായി. ചായ കുടിച്ച് കാലിന് ചായ കുടിച്ചതേ ഈ പമ്പിൽ തന്നെ ഉണ്ട്. ഇറങ്ങാനുള്ള പരിപാടി നോക്കാണ്. ഇറങ്ങി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങാണ്. പെട്രോൾ അടിക്കാം. 111 രൂപയ്ക്ക് അടിക്കാം. ഈ കാണുന്ന പമ്പിലാട്ടാ ഞാൻ കിടന്നത്. അവരോടൊരു നന്ദി. ഇനി 440 കിലോമീറ്റർ ഉണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. സമയം എത്രയായി? സമയം 8:58 തണുപ്പോടെ പോയതാ. ചെറിയ ചെറിയ എന്തോ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടോ. വേറെ കാഴ്ചകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ബസ്സാവുന്നുണ്ട്. ചെറിയൊരു കുട്ടി ബസ്, രാജസ്ഥാൻ ബസ്സാ, സ്കൂൾ ബസ്സാട്ടോ ഇവിടുത്തെ. റോങ് സൈഡായിരിക്കും ഇവിടെ ഇവരൊക്കെ കയറി തന്നെ. ഇവിടെ പരുത്തിയുടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. രാജസ്ഥാനിലുണ്ട്. അവിടെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടല്ലോ. ഒരു പയ്യനൊക്കെ ഉണ്ട്. ചോദിച്ചോക്കണോ എന്തൊരു കൃഷിന്ന്. അമ്പോ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ ആദ്യമായിട്ടുള്ളൊരു കൃഷിയാണ്. അങ്ങോട്ട് പോകാനായിട്ട് വഴിയില്ല. ശാലി പോർന്നിറങ്ങി. അന്ന് പോയപ്പോ കണ്ടില്ലേ ചൂലുണ്ടാക്കണ വേല സാധനം ഇവര് ഇവിടെ ഇറക്കുന്നുണ്ട്. അയ്യോ ഇതുകൊണ്ട് ഈ എല്ലാം കൊണ്ടാട്ടാ ചൂലുണ്ടാക്കണേ. നമ്മുടെ അവിടേക്കൊക്കെ പിന്നെ ചൂല് ഇത് ഈ എല്ലാം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം. ഇതെന്തിട്ടല്ലേ ആവോ അതെങ്ങനെ ചോദിക്കണാവോ. ഭയ്യാ ഓ ക്യാ ഹേ? കജൂർ 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 എന്ന് പറഞ്ഞ ജാഡു ജാഡു. ആ കജൂർ എന്ന് പറയാം. ജാഡു എന്ന് പറഞ്ഞ ചൂലാണ്. കജൂർ എന്ന് പറഞ്ഞാൽ ആയിരിക്കും ചിലപ്പോ. അങ്ങനെയായിരിക്കും ഇതിന്റെ പേര്. ഇതാണ് ഇതിന്റെ തണ്ട് കേട്ടോ. ഇത് ഇങ്ങനത്തെ തണ്ടാണ്. ഈന്തപ്പനടക പോലത്തെ അല്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഈ വണ്ടിയിൽ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അവരൊന്ന് വിഷ് ചെയ്തിട്ട് പോന്നു. ഇവിടെ അതിന് കാഴ്ചകളൊന്നും ഇല്ല. അതാണ്ട് ഇവിടെ മറ്റു ഇവിടെ കണ്ടമാനം വർക്ക്ഷോപ്പുകളും ഉണ്ട് കേട്ടോ. അതെ ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളും ഉണ്ട് ഇവിടെ. ഒരു പുതിയൊരു ബോർഡ് വന്നു. ജയ്പൂര് കോട്ട. നടക്കുന്നത് ഞാൻ വായിക്കള്ള. വലിയ പേരാ. ഈ വഴി നോക്കി നിങ്ങ വല്ലതും കാണണതൊക്കെ ഇങ്ങനത്തെ കൊറേ കാഴ്ചകളാണ്. ഇത് നിങ്ങളെല്ലാം ഞാൻ ഇതല്ലേ ഇതിന്റെ കാട്ടാതെ വിചാരിക്കണേ. അപ്പുറത്ത് ഒരു പുഴയോ അതുകൊണ്ട് സാധനം കാണില്ല. അല്ലാണ്ട് രാജസ്ഥാനിൽ ഞാൻ പോണ വഴിക്ക് ഇതൊക്കെ ഉള്ളു കാഴ്ചകൾ. ടാറ്റയുടെ പൊളി മാർക്കറ്റ് ഒക്കെ എന്തോരം വണ്ടിയെ പൊളിക്കട്ടാണ്. ക്യാബിൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ട്രെയിലറെ കൂടുതൽ വന്നേക്കുന്നുണ്ട്. ഇതേ അടുത്ത് ലൈലാൻഡ് ഇതൊക്കെ പൊളിക്കാട്ടാന്നാ തോന്നണേ. മുതലാളിനെ ഒന്ന് വിളിച്ചോക്കാർന്നു. വണ്ടിക്ക് വല്ല സ്പെയർ പാർട്സ് വേണം വെച്ചിട്ട്. വല്ല വൈപ്പറിന്റെ മോട്ടറോ വല്ല സീറ്റൊക്കെ വേണമെങ്കിൽ വെറുതെ മേടിച്ചിട്ട് പോലെ. അവിടേക്ക് ആവും ജാതി പൈസ. ഇവിടെ വലിയ പൈസ കുറവുണ്ടാവുമായിരിക്കും ചിലപ്പോ. ഇവിടെ ട്രെയിലർ കണ്ടമാനുണ്ട് കേട്ടോ. കൊറേ ചുമട്ട് ട്രെയിലർ. അവിടെ ട്രെയിലറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അമ്പോ പിക്കപ്പിൽ കയറ്റി വെച്ചാൽ സാധനം നോക്കിയേ. എന്തിനാണോ വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനം എന്തിനായിരിക്കണോ. ഓ ഒരു ബോർഡ് വന്നിട്ടുണ്ട്. കാണാൻ പറ്റണ്ട. ജയ്പൂർ സ്ട്രേറ്റ്. ജയ്പൂർ എത്തിയാളല്ലേ. എന്റെ മോനെ ഇങ്ങടെ എത്തിയപ്പോ പെട്ട ഹൈവേയിലത്. ഇങ്ങനത്തെ ഒരു സ്ഥലത്തെ കൊറേ എന്റെ മോനെ കൊറേ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. മടുത്തു ഈ വഴി. ഈ ഒമിനിയാണ്ടാ. ഇത് ഫാസ്ടാഗിന്റെ എന്തോ സംഭവട്ടാ. ഫാസ്ടാഗ് റെഡി ആക്കണതാന്ന് തോന്നണോളെ. ഇത് പറഞ്ഞ വഴിക്ക് കൊറേ കണ്ടാന്നേ. അങ്ങോട്ടൊക്കെ പൊട്ടിപ്പെട്ട മാത്രം. അയ്യോ പെടുത്തു. രാജസ്ഥാനിലെ കാഴ്ച പെടുത്തു. ചില പുള്ളിക്ക് കയറി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളുണ്ടാവൂടാ. ഞാൻ ഈ ഹൈവേ പിടിച്ച് പോകണോണ്ടായിരിക്കും. ഞാൻ പോണ വഴിയിലെ കാഴ്ചക്ക് ഇങ്ങനെയാണ്. കുറേ ദൂരം ഇങ്ങനെ ഓടിപ്പോന്നപ്പോ ഇങ്ങനത്തെ സ്ഥലങ്ങളായിട്ടാ. ഒരു കടകളില്ലാത്തൊരു സ്ഥലം. കണ്ണെത്താത്തൊരു ഹൈവേ. ചുറ്റിനും കുറെ വണ്ടികള്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം. ഞാൻ കണ്ടത് ഇതാണ്. അറ്റത്തൊരു മല കാണൂട്ടോ. വലിയൊരു മല. എന്റെ പോലെ എന്തൊരു വലിയ മല. ഇത് ജാതി രസമുണ്ടോ കാണാനായിട്ട്. കണ്ണെത്താത്തൊരു ഹൈവേ. വേറെ കടകളൊന്നുമില്ല. കൊറേ ദൂരമായിട്ട് കടകളില്ല. എന്റെ മോനെ പെട്ടു. പച്ച വെള്ളം കിട്ടില്ലാന്നെനിക്ക് തോന്നണേ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ജീവിക്കണം. പക്ഷേ ഇത്ര ദൂരൊക്കെ കട. ഒരു മരുഭൂമി പോലത്തെ സാധനം. അങ്ങോട്ടൊക്കെ ആകെ ഇടയ്ക്ക് 2 കണ്ടൽക്കാടുണ്ട് പച്ചപ്പിനായിട്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവിടെ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. പണ്ടങ്ങാണ്ട് മഴ പെയ്തപ്പോ അങ്ങാണ്ട് കെട്ടി കിടക്കണ വെള്ളം തോന്നണേ. ചിലപ്പോ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ പോയി ചിലപ്പോ എന്തെങ്കിലും കാണാണ്ടായിരിക്കണോ. ഇവിടെ ഞാൻ പോണ വഴി ഇങ്ങനെയാണ്. ഞാൻ പോണത് ജയ്പൂര് വഴിക്കാ പോണേ. ഈ വഴിയുടെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. എന്റെ മോനെ അതൊരു പെട്ടാ മലയാണോ. ജാതി രസം കാണാനായിട്ട് അടുത്ത് വന്നപ്പോ. ആഹാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു വെള്ളാരങ്കല്ല് പോലത്തെ മലയും മലയാമ കുറച്ച് അവിടെ ഇവിടെ കുറച്ച് പച്ചപ്പ്. ജാതി രസം. ആ അറ്റത്തുനിന്ന് കണ്ട മലയാട്ടാ അത് ഈ കാണണ. അതിന്റെ മുകളിലേക്ക് കയറാൻ വഴിയുണ്ട്. ആൾക്കാരായിട്ട് കയറി പോണ്ട്. ഞാൻ കണ്ട സമയത്ത് 2-3 ആൾക്കാരായിട്ട് കയറി പോണ്ടേ. പശുവിനെ കെട്ടിയാണോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല. വീഡിയോയിൽ കാണാൻ പറ്റില്ല. എനിക്ക് കാണാൻ പറ്റും. നേരിട്ട് കാണുമ്പോൾ കാണാൻ പറ്റും. വീഡിയോയിൽ കാണാൻ പറ്റിയത് വരില്ല ചിലപ്പോ. എന്തിനാണോ ട്രെയിലറൊക്കെ ഒതുക്കിയിട്ടുണ്ടല്ലോ. ആർട്ടിയുണ്ടാവും അതാന്ന് തോന്നണേ. ഫുള്ള് വണ്ടികൾ ഒതുക്കിട്ടേക്കാണല്ലോ. കല്ല് എനിക്ക് തോന്നുന്നു മാർബിളിന്റെ കല്ലാവുന്നുണ്ടോ. ശരിയാ രാജസ്ഥാനിൽ മാർബിൾ ഉണ്ടാവില്ല. രാജസ്ഥാൻ മാർബിൾസ് കേട്ടുള്ള. അപ്പൊ
അപ്പൊ അതന്നെ മാർബിൾ തന്നെ. പഴയൊരു ബിൽഡിംഗ് ആട്ടോ അവിടുത്തെ. കണ്ടിട്ട് അങ്ങനെ തോന്നണ പഴയ ബിൽഡിംഗ് പോലെ, ജയിലൊക്കെ പോലത്തെ ബിൽഡിംഗ് അല്ലേ, ജയിലിലൊക്കെ ഒരു പാറ്റേണുള്ള ബിൽഡിംഗ്. ചുണ്ടൊക്കെ വലിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുള്ള സ്ഥലം, ചുണ്ട കൊട്ടി പിടിക്കണു. ഇങ്ങടേക്ക് വന്നപ്പോ രാജസ്ഥാന്റെ വീടുകളുടെ ടൈപ്പ് മാറിയിട്ടാ. വേണ ഇങ്ങനത്തെ വീട് ഇവിടെ കാശാരമുണ്ട്, അത് ഇങ്ങനത്തെ വീടുന്നുണ്ട്. അയ്യോ താഴത്തോടെ പോയി പഴം മേടിക്കാറില്ല. ഈ ഹൈവേ ഇറങ്ങിയത് ഭയങ്കര ചടങ്ങ. ഒരു കട്ടിങ് ഇല്ല, നമ്മുടെ നാട്ടിൽ പോലും സർവീസ് റോട്ടിൽ കയറാനായിട്ട് ഒരു കട്ടിങ് പോലും ഇല്ല ഇവിടെ. സമയമാണെങ്കിൽ 11 മണിയാവാറായിട്ടേ. ഇത്ര നേരമായിട്ട് നല്ലൊരു കാഴ്ച എന്ന് പറയാനായിട്ട് രാജസ്ഥാൻ എനിക്ക് തന്നിട്ടില്ല. ഇവിടെ കൊക്കുകളുണ്ടല്ലേ, ഞാൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വെച്ചാൽ കൊക്ക്. അപ്പൊ അതേപോലെ RT വഴിയിലൊക്കെ ഉണ്ട്, വണ്ടി ഒതുക്കിക്കുണ്ട്. എന്നെ ഒതുക്കാൻ വഴിയില്ല, എന്നെ കടത്തി വിടും. ഞാൻ ബൈക്കല്ലേ, ഹൈവേന്ന് യൂട്ടൺ എടുത്തു സർവീസ് റോട്ടിൽ കയറി കുറച്ച് പഴം മേടിക്കാം. അതൊക്കെയാണ് ഭക്ഷണം. ഇതൊക്കെ ഉള്ളിരിക്കണമെങ്കിൽ തണ്ട്, മറ്റേ അതിന്റെ തണ്ടോടുകൂടി ഇരിക്കുന്നത് നല്ല രസം കാണാൻ. പേരയ്ക്ക് ലേശം പഴം മേടിച്ചു, ചെറിയ കട കണ്ടപ്പോൾ മേടിച്ചതാ. രാവിലെ പഴവും പേരയ്ക്കും കഴിക്കാൻ വെച്ചു, ജീവൻ നല്ല നടത്തണ്ട. 387 കിലോമീറ്റർ കൂടെ ഉണ്ട് ഹരിയാനക്ക്. അതെങ്ങനെ ഓടി തീർക്കണം. എന്റെ മോനെ ഒരു മെനക്കെട്ട സ്ഥലം. അയ്യോ, ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ അല്ലല്ലോ, അത് ടയർ പൊട്ടിയത്. എന്റെ മോനെ അതൊക്കെ പോണോക്കണ്ടാ, ഒരു വണ്ടി ടയർ പൊട്ടിട്ട് വണ്ടി കുത്തി കിടക്കണോ. എന്റെ മോനെ പക്ഷെ ആള് നല്ല പെടൽ വിടൂലോ. പോണോക്ക് അങ്ങനെ കുറെ കാഴ്ചകളാണോ, വണ്ടിക്കാര് കുറെ പെട്ടെടുക്കുന്നുണ്ട്. അടുത്ത പോടുന്നു. വെൽക്കം ടു ജയ്പൂർ. ജയ്പൂര് സിറ്റിയിലേക്ക് കയറിയെന്ന് തോന്നണേട്ടാ. ഇവിടെ കയറിയപ്പോ വണ്ടികളുടെ സാധനങ്ങള്, ഫാൻ, വണ്ടിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ജയ്പൂര് കൂടെ പോയി വിട്ടിക്കളെ. ജയ്പൂർ എത്തിയാകലെ ഇന്ത്യയുടെ ഒരു 3/4 ഭാഗത്തോളം എത്തിയത് തോന്നില്ലപ്പ. അയ്യോ ഒന്നും പറയടാ, റോഗ് കയറിയാലൊക്കെ ഇവിടെ എങ്ങനെയാട്ടാ. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. അണ്ടമ്പോ കാളാ അത് ഓടി ക്രോസ് ചെയ്തു. ഒരു ടോൾ ബൂത്ത് വണ്ടി ഇതേ. എന്നിട്ട് ഇത് മറ്റേ സംഭവങ്ങളാ, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി എന്താ. ഇവരിങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറെ കണ്ടുപിടിക്കണ്ടല്ലോ ഇവര്. സമ്മതിക്കട്ടെ. വരാ രാജസ്ഥാൻകാരെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ഇവിടുത്തെ സംഭവങ്ങൾ പടക്കേണ്ടവര്. ചൂല്, അതുപോലെ പുതപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കേണ്ടവര് കുറെ. അത് ഇവരൊരു കഴിവ് തന്നെയാണോ. ഒരു ടോൾ ബൂത്ത് എത്തി. ഓ, ആ ട്രെയിലർ കണ്ടൊന്നും കാണാൻ പറ്റുള്ളല്ലോ. ഏത് ടോൾ ബൂത്ത് നോക്കാറുണ്ടോ? കിഷങ്കരി അങ്ങനെ ടോൾ ബൂത്ത്. പോലീസ് ഒക്കെ ഉണ്ടല്ലോ, അവര് പിള്ളേരാരണ്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ഓ, മരം തോക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ പോലീസിന്റെ. ഇങ്ങനൊക്കെ വന്നാലേ പൊട്ടിശല്യം കൂടുതലാട്ടോ, ഭയങ്കര പൊട്ടിശല്യ. പൊട്ടി സഹിക്കാൻ പറ്റില്ല എന്റെ മോനെ. എന്നാലും സമാധാനായി, ഇങ്ങോട്ട് കയറിയില്ല. രാജസ്ഥാന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് കഴിഞ്ഞില്ല, വൃത്തിയായിട്ട ഭാഗം കഴിഞ്ഞു. 380 കിലോമീറ്റർ ഇവിടേക്ക് ഹരിയാനക്ക്. പുതപ്പൊക്കെ ആവുമ്പോഴാണെങ്കിൽ പൈസ കുറവായിരിക്കും, പക്ഷെ നമ്മള് മലയാളീസ് കാണുമ്പോൾ ഒരു നല്ല കാഴ്ച വെച്ച് തരും. അത് കുഴപ്പം. അതുകൊണ്ട് ഞാൻ ചോദിക്കണല്ല, കുറച്ച് ദിവസം ഒരു തണുപ്പുകൊണ്ട് കിടക്കാം. തീരെ പറ്റാണ്ടാവുമ്പോ പറഞ്ഞാൽ മേടിക്കാം. ജയ്പൂർ കഴിഞ്ഞ് 92 കിലോമീറ്റർ. ആ, പച്ചക്കറി 2 കുക്കുംബർ മേടിക്കണേ. അയ്യോ, സ്റ്റാൻഡ് അടിയില്ല. 2 തക്കാളി, ക്യാരറ്റാണോ അത്? ഓയാ, ഓക്കെ ക്യാരറ്റ് ഓക്കെ. ഗാജർ ക്യാരറ്റിനെ പറയുന്നത് ഗാജർ എന്നാവുന്നുണ്ട്. ക്യാരറ്റാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവിടുത്തെ ക്യാരറ്റ് ഇങ്ങനത്തെ ഏട്ടാ എന്തോ പെട്ട സാധനമുള്ള. 2 ക്യാരറ്റും 2 തക്കാളിയും സാലഡും ഉണ്ടാക്കാനുള്ള സെറ്റപ്പിൽ കയറി. കുക്കുംബർ അന്വേഷിച്ചാ കുക്കുംബർ കിട്ടില്ല, ക്യാരറ്റ് കിട്ടി പകരം. ഇവിടുത്തെ ക്യാരറ്റിന് ചെറിയ കയ്പുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ക്യാരറ്റ് അല്ല, പക്ഷെ നല്ല തണുപ്പുള്ളവിടെ തിന്നാൻ പറ്റും. ഓ, മിലിറ്ററി ട്രക്ക് പോണെങ്കിൽ അതിന്റെ അടയിലൊരു സാധാരണ ട്രക്ക് ഇതേപോലെ അടുത്തത്. എന്റെ പൊന്നു കില്ലിക്ക സാധനം എന്തിട്ട് പെട്ടപ്പടത്തെ പോണവര് അടുത്തല്ലേ. കില്ലിക്ക സാധനം എന്ന് പറഞ്ഞാൽ കിട്ടിയായിരുന്നെങ്കിൽ പൊള്ളി സാധനം. എനിക്ക് ഇങ്ങനത്തെ ട്രക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ, വേറെ വണ്ടി കേട്ടോ, ഒരു മിനിറ്റ് വരും. അവൻ ചെറ്റിട്ട് വണ്ടി. ഓ, ദേ പോണു. പോണടുത്ത് ചുമട്ടുണ്ടല്ലോ. ഞാൻ വെച്ച് കഴിഞ്ഞിട്ടില്ല, ഒരു ചുമട്ട് പോണ്ട്. ആ മിലിറ്ററി ട്രക്കിന്റെ ഉള്ളിൽ കാറുകളാടാ, ചെറിയ കാറുകൾ കൊണ്ട് പോണവര്. അതിന്റെ ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്ന് ആ ഷീറ്റ് പറക്കണ്ടായി. അപ്പൊ കണ്ടാ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാൻ എന്റെ വീഡിയോ വെറുതെ എടുത്തോണ്ടിരിക്കായിരുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ കട്ടെ. ഈ കടയിൽ നിന്ന് ചായ കുടിക്കാൻ ചോ. 12 മണിയായി. ചായ കുടിച്ചിട്ട് കഴിഞ്ഞ് ഫോൺ ചാർജ് ചെയ്യണം. വെറുതെ കാര്യം എന്തെങ്കിലും ഫോൺ ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ ഒരു ചായ കുടിക്കാൻ ചോ. ചായയുടെ കഴിഞ്ഞ് വണ്ടി എടുത്ത് ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യട്ടെ. എന്താ പോണം മുതലൊക്കെ. ഞാൻ ചായ കുടിക്കാൻ നിർത്തിയപ്പോ ഇവരങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൂറ്റ സാധനം വേറെ ഒത്തിരി ഉണ്ടായിരുന്നു, അവനെ കാണാനില്ല. ഇവിടുത്തെ മദ്യ ഷോപ്പാട്ടെ കാണാൻ അടുപ്പിച്ചിട്ടുണ്ട്. മദ്യ ഷോപ്പ് ചെറിയൊരു കൂട്, കണ്ടെയ്നർ കൂട്. അതാണ് ഇവിടുത്തെ മദ്യ ഷോപ്പ്. കാക്കയ്ക്ക് ഇരിക്കാൻ വരെ തണലില്ല. അങ്ങനത്തെ ഒരു വഴിയാ ഫുള്ള് ഇവിടെ.
എഞ്ചിൻ ഓയിലൊന്ന് ചെക്ക് ചെയ്യാൻ കയറിട്ടോ ആളുടെ ബയ്യടെ വർക്ക്ഷോപ്പിൽ. ചെക്കിങ് എഞ്ചിൻ ഓയിൽ. തമിഴ്നാട് നൈ കേരള കേരള പഞ്ചാബ്. ഓക്കെ താങ്ക് യു. ആള് നമുക്ക് ലൈക്കൊക്കെ തന്നിട്ടോ. ആള് നമ്മളെ ലൈക്കായി. നമ്മള് കേരള തറവ. അയ്യോ ആള് ചെക്ക് ചെയ്ത് തരാറ്. ചെക്ക് ചെയ്യാണ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തോണ്ടിരിക്കാടാ. अच्छा अच्छा नहीं है चिकनास नहीं है नहीं चेंजिंग चिकनास कम എഞ്ചിൻ ഓയിൽ മാറാൻ വെച്ചടാ. എഞ്ചിൻ ഓയിൽ മാറാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറാനുള്ള സെറ്റപ്പ് നോക്കാം. എഞ്ചിൻ ഓയിൽ മാറിക്കൊണ്ട് ചേട്ടാ അവനത് അഴിക്കാണ്ട് മാറാണ്. ഇവനാണ് മെയിൻ മെക്കാനിക് കേട്ടോ. ചോപ്പിട്ടവൻ ഉമ്മാര് അസല് പണിക്കാരായിക്കോട്ടോ. പണി അറിയാം അവർക്ക്. എന്താ പറയുക ഹോണ്ട അത്രയ്ക്ക് മനസ്സിലായി. എന്റെ പൊന്നെ എഞ്ചിൻ ഓയിൽ മാറാറായണ്ടായി. ഭാഗ്യമായിട്ടാ മാറിയത്. ഇപ്പൊ നോക്കിയത് നന്നായി. കാസ്ട്രോളിന്റെ ഓയിലാട്ടോ ഒഴിക്കണം. കുറച്ച് ടോപ്പ് അപ്പ് ചെയ്യാൻ മേടിച്ച വെച്ചാലോ ഇച്ചിരി ഓയിൽ വേറെ മേടിക്കാൻ ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ പോണ വഴിക്ക് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാലോ. കാലിക്കാനൊക്കെ അയ്യേ സെക്കൻഡ് ഹാൻഡ് ഓയില് തന്നെ. ഓ അച്ഛൻ ഓ ടോപ്പ് അപ്പ് എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. എന്റെ മോനെ പോണായിക്കണ്ടാ മിലിറ്ററി ട്രക്ക് ഒക്കെ. അതിന്റെ ടയറിന്റെ സൈസ് നോക്കി പൊള്ളി സാധനം. ബാക്കിലെന്തോ ഷീറ്റൊക്കെ ഇട്ടിട്ടാ. എന്തോ മിഷനറി ആണെന്ന് തോന്നുന്നുണ്ട്. ജനറേറ്റർ പോലത്തെ എന്തോ ഒരു സെറ്റപ്പാണല്ലോ ബാക്കില്. അതിന്റെ സൈലൻസർ നോക്കി അമ്പോ പൊള്ളി സാധനം. കണ്ടപ്പോ ഒരു കൗതുകം തോന്നി പിടുത്താടാ. നിങ്ങളെവിടെ കളിക്കാൻ തോന്നി. എഞ്ചിൻ ഓയിൽ മാറിയപ്പോ വണ്ടി ഓടിക്കാൻ ചാതി എന്തോ ഒരു പ്രത്യേക ഒരു ഫീല്. നല്ല രസമുണ്ട് എഞ്ചിൻ ഓയിൽ മാറിയപ്പോ ഓടിക്കാനായിട്ട്. നേരത്തെ തന്നെ കാലം എന്തോ ഒരു പ്രത്യേകത വണ്ടി ഓടിക്കുന്നത്. ഒരു ബോർഡ് വന്നിട്ട് ഓ ജയ്പൂര് മാത്രം നോക്കിയാൽ നമുക്ക്. ജയ്പൂര് 67 കിലോമീറ്റർ. ഓ വേറെ തന്നെ സാധനം കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് വായിക്കാൻ പറ്റില്ലാപ്പാ. മെനക്കെട്ട പേര്. അവൻ ചേർന്നുള്ള പോയ ഒട്ടുക്കത്തെ വെയിൽ ഇവിടെ. ഇവിടെ കൂടുതലും ടാറ്റ ട്രക്കാണ്. ട്രെയിലറാണ് കൂടുതൽ കണ്ടാണ് ടാറ്റയുടെ. ഏറ്റവും കൂടുതലുള്ള സർവീസ് സെന്ററും ടാറ്റയാട്ടോ. ബാക്കിയുള്ളതൊക്കെ ചുരുക്കമുള്ളൂ. വിരലിലുണ്ടാവുന്നുള്ളൂ. ടാറ്റ അതിനല്ല. ടാറ്റ കണ്ടമാനുണ്ട്. ഇതേ ഗുണർത്ത ടാറ്റ പറഞ്ഞ് തീർന്നില്ല. ഇതേവൻ കയറിയണോ അയ്യന്മാര്. ഓ അമ്മാമ്മ റോട്ടിക്ക് ഇറക്കി വിട്ടിട്ട് പോത്തിന് എന്തറിയോ ഗാവ് ഗാവ് എന്ന് പറയണേ. എന്നിട്ടാളോ പറഞ്ഞേ പോത്തിനാളോ പറഞ്ഞേ. അടുത്തൊരു ബോർഡ് വന്നിട്ടോ. ഏതാണ് ബോർഡ്? ചന്ദ്രമൂലോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? എന്റെ പൊന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര തിരക്കാട്ടാ. ഇവര് തിരക്കിട്ട് ജീവിക്കുന്ന ആൾക്കാരാ. അവര് ഭയങ്കര സ്പീഡില് പോകും. അതേ മിലിറ്ററി വണ്ടി പോകണം. ഇവിടെ മിലിറ്ററിയുടെ എന്തോ സെറ്റപ്പ് ഉണ്ട്. കാരണം കുറെ മിലിറ്ററി വണ്ടി ഞാൻ കണ്ടു. ഇനിയൊരു 327 കിലോമീറ്റർ കൂടി ഉണ്ട് ഹരിയാന. ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്ക് കിടക്കാനുള്ള സെറ്റപ്പ് നോക്കണം. ഇങ്ങനത്തെ ഒരു ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുക. മുട്ടൻ തിരക്ക് ഒന്നും പറയാനില്ല. തിരക്കോട് തിരക്ക്. ആണപ്പാ ഒരു ബോർഡ് വന്നതാ. ന്യൂ ഡൽഹി അമ്പോ സ്കോർപ്പിയോ വന്നങ്ങനെ അതിൻ്റെ ഇടയിൽ വായിക്കാൻ പറ്റുള്ള ബോർഡ്. 296 ജയ്പൂര് 32. ആ ജയ്പൂർ എത്താറായി. ഓ തിക്കും തിരക്കും. ആകെ ഒരു ഭ്രാന്ത് പഠിപ്പിക്കണ അന്തരീക്ഷം. അയ്യോ എന്തിനും വില കെട്ട സ്ഥലം. ടോൾ ബൂത്ത് വന്നിട്ടാ. ഫുഡ് അടിച്ചുള്ളത് പറയാൻ പറ്റുള്ള ടയർഡായി. എനർജി ഇറങ്ങി. ഒരു ടോളിക്ക് വന്നുണ്ട്. പേരൊന്നും കാണാനില്ല. മുട്ടൻ തിരക്ക് ഇവിടെ. എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടണം. എന്റെ മോനെ ഒന്നും പറയണ്ട. ഒരു സിറ്റിയുടെ ഉള്ളിൽ കയറിയിട്ട് പെട്ടു. എന്തിനാ തിരക്ക്. ഇപ്പൊ ഞാനീ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ NH 48 ആട്ടോ. ഇതിന്നൊരു 1.3 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോ NH 52 എടുത്തിടുമെന്ന് തോന്നണം. കാരണം ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. ന്യൂഡൽഹിയുടെ ബോർഡ് ലെഫ്റ്റ് കാട്ടണേ. 274 കിലോമീറ്റർ. ആഗ്ര 240 കിലോമീറ്റർ. നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് നേരെ തന്നെ ആയിരിക്കും. ലെഫ്റ്റ് കാണിക്കുന്നില്ല. ലെഫ്റ്റ് കൊണ്ടാരണോ കൊള്ളോ തിരക്കണ്ടോ. നല്ല തിരക്ക് ഇവിടെ. മുട്ടൻ തിരക്ക് ഇഷ്ടമാണ്. മടുത്തു ഇന്നത്തെ യാത്ര. എനിക്കിവിടെ ഒന്ന് ലെഫ്റ്റ് അവിടെ കണ്ടിയാണ്. ഞാൻ NH 52 എന്നോ ഇവിടെ എന്തായാലും ലെഫ്റ്റ് വേണ്ടിയാണ്. ലെഫ്റ്റ് പടച്ചു എടുത്തു. എന്തായാലും നീ നോക്കിയിട്ട് തരില്ല. ജാതി പൊല്യൂഷൻ ഇഷ്ടേ. ഒരു രക്ഷയില്ലാത്ത പൊല്യൂഷൻ. എൻ്റെ പോലെ ആവശ്യതയായി ഇത്ര നേരം കണ്ട് ഓടി വന്നപ്പോഴേക്കും. ഡൽഹിക്ക് ഈ വഴിയാണ് പോണ. 240 കിലോമീറ്റർ ഡൽഹി ചെയ്തിട്ടുണ്ടല്ലോ. അടിവാളിയാ ഈ വഴിയാണ് ഡൽഹി. എൻ്റെ പോലെ പൊള്ളി.
ഇങ്ങോട്ടൊക്കെ ജാതി സീനറി ആട്ടോ. നല്ല തണുപ്പായി തുടങ്ങിട്ടാ. ഞങ്ങളൊക്കെ ജാതി കാഴ്ച, ജാതി വിഷല് എന്റെ വല്ലോ. ഇങ്ങനത്തെ ആംബിയൻസ് കേട്ടാ. അതൊരു മണ്ണ് മലയാണോട്ടാ, മണ്ണലാവുണ്ട്. അവിടെ മണ്ണലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ പകുതി. അയ്യോ ജാതി രസം കാണാൻ. ടെന്റ് ഇങ്ങനെ ഇറങ്ങി അവിടെ പോയി ടെന്റ് അടിച്ച് കിടക്കാം. പക്ഷേ ടെന്റില്ലാണ്ടായി പോയി നമ്മുടെ മണ്ണലാണ് കിടക്കണേ. മണ്ണല് മലയാണത്. അപ്പോ എന്റെ മോനെ പുള്ളിക്കാരം ഇങ്ങനത്തെ മണല്. ആ മല ഇങ്ങനത്തെ മലയാട്ടാ, മണല് മല. അമ്പോ കില്ലിക്ക മിഷല്. അടിപൊളി കാഴ്ചകള്. ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ ഫുള്ള് വരെ മണല് മല. ടിപ്പർ കിടക്കണമെങ്കിൽ മണല് കയറ്റാനായിരിക്കോ? മണല് മാറ്റി കല്ലുകളുണ്ട് കേട്ടോ. മാർബിൾ കേസ് ആയിരിക്കുള്ളൂ, മാർബിൾ കല്ലുകളായിരിക്കുള്ളൂ. പറയാൻ പറ്റില്ല. എന്റെ മോനെ ഒന്നും പറയണ്ട. എന്ന് സ്റ്റേ കിട്ടി പോയി ഈ ദാബില് കിട്ടിയ ബാക്കിലാണ് ദാവ. അതിന്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാ. അതാണ് ഞാൻ പുറത്തിറങ്ങി വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും കയറി കാണാം. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണ്ട. ഏത് മൂഡ് നാളെ കാണാം. ഓക്കെ. ഇവിടെ നല്ല തണുപ്പായി തുടങ്ങി.